ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് പാൻറ്റ്, നമ്മൾ സാധാ മോഡൽ ഒരു സ്ട്രെയിറ്റ് പാൻറ്റ് പെട്ടെന്ന് തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് പെട്ടെന്ന് ഒരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്യണമെന്ന് തോന്നിയാൽ പെട്ടെന്നൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെയിറ്റ് പാൻറ്റ്. അപ്പോൾ ഇത് താഴെ സ്ലിറ്റ് ഒന്നും ഇടാതെ നോർമലായിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ചുരിദാറിൻ്റെ ബോട്ടമായിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പും ബോട്ടമായിട്ട് ഇത് സെറ്റായിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്കൊരു ബോട്ടം തയ്ച്ചെടുക്കാം. ഇതിനു വേണ്ടി നമ്മൾ ചുരിദാറൊക്കെ മടക്കുന്നത് പോലെ തുണി നാലായിട്ട് ഞാനിതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. മടക്കിയിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഹിപ്പിൻ്റെ മെഷർമെൻ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാൻ മടക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഹിപ്പിൻ്റെ മെഷർമെൻ്റ് ഒന്നും എടുക്കണ്ട. ലാർജ് തൊട്ട് എക്സൽ വരെ ഉള്ളവർക്ക് ഈ മെഷർമെൻറ്റ് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇത് മടക്കുന്നത് 15 ഇഞ്ച് വിഡ്ത്തിലാണ് ഞാനിത് മടക്കി വയ്ക്കുന്നത്. നാലായിട്ട് മടക്കുമ്പോൾ 15 ഇഞ്ച് വിഡ്ത്ത് വേണം. ഇനി എന്നിട്ട് നമ്മൾ ആദ്യം മുകൾ വശത്ത് 2.5 ഇഞ്ച് നമുക്കത് ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടിയാണ് ഞാൻ 2.5 ഇഞ്ചിൻ്റെ ഒരു ലൈന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇലാസ്റ്റിക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. അതുകൊണ്ടാണ് ഞാൻ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ക്ലിയറായി. ഇനി എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് താഴത്തേക്ക് പാൻറ്റിന് എത്രയാണോ ലെങ്ത് വേണ്ടത്, അപ്പോൾ അത് ഓരോരുത്തർക്കും ഇഷ്ടമനുസരിച്ച് ചെയ്യാം. ഓരോരുത്തർക്കും ചിലർക്ക് നീളം കൂടുതൽ വേണമായിരിക്കും, ചിലർക്ക് നീളം കുറവ് വേണമായിരിക്കും. അപ്പോൾ ഇത് ഞാനിവിടെ 38 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് താഴത്തേക്ക് 2 ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ 38 ഇഞ്ച് നമുക്ക് തയ്ക്കുമ്പം പാൻറ്റിന് ലെങ്ത് കിട്ടണം. താഴത്തേക്ക് നമ്മൾ 2 ഇഞ്ച് തന്നെ കറക്റ്റ് എനിക്കുണ്ടായിരുന്നു, അത്രയേ ഉള്ളായിരുന്നു. അതപ്പോൾ നമ്മൾ സെറ്റായിട്ട് എടുത്തേക്കുന്നതല്ലേ, അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു. ഇനി എന്നിട്ട് അവിടുത്തെ വണ്ണം ഒന്ന് മാർക്ക് ചെയ്യണം. അവിടുത്തെ വണ്ണം ഞാൻ മാർക്ക് ചെയ്യുന്നത് 6ഉം 1ഉം 7 ഇഞ്ച് വിഡ്ത്തിൽ മാർക്ക് ചെയ്തു. ഇനി എന്നിട്ട് നമുക്ക് മുകൾ ഭാഗത്തെ വണ്ണം മാർക്ക് ചെയ്യണം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ലാർജ് മുതൽ എക്സൽ വരെ ഉള്ളവർക്ക് ഇത് കറക്റ്റ് ആയിരിക്കും. അപ്പം മുകൾ ഭാഗത്തെ വണ്ണം എന്ന് പറയുന്നത് 13 ഇഞ്ച് അങ്ങ് മാർക്ക് ചെയ്തേക്കണം. അത് ലാർജിലുള്ളവർക്കാണെങ്കിലും എക്സലുള്ളവർക്ക്, ഞാൻ ലാർജിലാണ് ഇത് തയ്ക്കുന്നത്, ഇപ്പോൾ എക്സലുകാർക്കും ഇടാൻ പറ്റുന്ന ഒരു പാൻറ് കൂടിയാണ്. എന്നിട്ട് അതേ 13 ഇഞ്ച് താഴത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്യണം. അതേ 13 ഇഞ്ച് താഴത്തേക്ക് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മുകളിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ 13 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. ഇങ്ങനെ വേണം മാർക്ക് ചെയ്യാൻ. അപ്പോൾ അവിടുത്തെ വണ്ണം ഞാൻ 14 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നമുക്ക് ക്രോച്ചിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി നമ്മളിതേപോലെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് വളച്ചൊന്ന് മാർക്ക് ചെയ്തേക്കണം. 13 ഇഞ്ചിൽ നിന്ന് 14 ഇഞ്ചിലേക്ക് നമ്മളിതേപോലെ ഒന്ന് വളച്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഒന്നുമില്ല, നമ്മൾ ഇപ്പോൾ ആ വളച്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമ്മുടെ കാലിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്യരുത് കേട്ടോ. ഞാനിത് സ്കെയിൽ കാണാത്തത് കൊണ്ട് ടേപ്പ് വെച്ച് മാർക്ക് ചെയ്തതേ. സ്കെയിൽ വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യണം, എന്നാലും നമുക്ക് ആ കറക്റ്റ് അതിൽ ഞാൻ പിന്നെ എൻ്റെ അതിൽ നിന്ന് സ്കെയിൽ കിട്ടിയപ്പോൾ ഞാനത് കറക്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കെയിൽ വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യണം. ഇനി എന്നിട്ട് നമുക്കിതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ സിമ്പിളല്ലേ, ഇത് എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പാൻറ്റാണ്. അപ്പോൾ ഞാൻ അതേപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങും ഈസിയാണ്. എന്നിട്ട് ഇതിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ഒരേപോലെ വെക്കണം. ഫേസ് ടു ഫേസ്, മുഖാമുഖം നമ്മൾ നല്ല വശങ്ങൾ തന്നെ വെച്ചിട്ട്, എന്നിട്ട് നമ്മുടെ ആ ക്രോച്ച് ഏരിയ ഇല്ലേ, നമ്മൾ ആ വളച്ച് 13 ഇഞ്ചിൻ്റെ താഴെ നമ്മൾ വളച്ച് മാർക്ക് ചെയ്ത് ആ ക്രോച്ച് ഏരിയ 1/2 ഇഞ്ചിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം. ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ ക്രോച്ച് ഏരിയയാണ്. അങ്ങനെ 1/2 ഇഞ്ചിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത് പാൻറ്റല്ലേ, നമ്മൾ ഇരിക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്യുമ്പം നമ്മൾ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ അതിന് ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുത്ത് 2 ഭാഗത്തും ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. ഇനി എന്നിട്ട് കാലിൻ്റെ താഴ്ഭാഗം മടക്കിയെടുക്കണം. 2 ഇഞ്ചാണ് നമ്മൾ അടിഭാഗത്ത് ഇട്ടേക്കുന്നത്. അത് 1 ഇഞ്ച് മടക്കി പിന്നെ 1 ഇഞ്ച് മടക്കി നമ്മളങ്ങനെ കാലിൻ്റെ താഴ്ഭാഗവും അടിച്ചെടുക്കണം. കാലിൻ്റെ താഴ്ഭാഗവും അടിച്ചെടുത്തിട്ട് നമ്മൾ അതേപോലെ 2 കാല് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. എന്നിട്ട് അതിൻ്റെ അങ്ങേയറ്റം നമ്മൾ ആ മടങ്ങിയ ഭാഗം ഉണ്ടല്ലോ, കൂടെയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുമ്പം
കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് സ്റ്റിച്ച് ചെയ്യാമേ. 2 സ്റ്റിച്ച് ഞാൻ താഴ്ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ ആ കാലിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഇതേപോലെ നമ്മൾ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്തപ്പോൾ മെഷീൻ്റെ ആ ഭാഗത്തേക്ക് ക്യാമറ വന്നില്ല കേട്ടോ, എന്നാലും ഞാൻ ഏകദേശം ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സെൻറ്ററിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. സെൻറ്ററിൽ ചെല്ലുമ്പോൾ 2 ഭാഗവും ഒരേപോലെ പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. അങ്ങനെ 2 സൈഡും നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റിലുള്ളത് ഇതിൻ്റെ ഇലാസ്റ്റിക് പിടിപ്പിക്കുകയാണ്. എൻ്റെ അപ്പോൾ അവിടുത്തെ പാൻറ്റ് കെട്ടുന്ന അവിടുത്തെ റൗണ്ട് എന്ന് പറയുന്നത്, നമ്മൾ പാൻറ്റ് കെട്ടുന്ന ആ ഭാഗത്തെ റൗണ്ട് എടുക്കുക. അതെൻ്റെ 35 ഇഞ്ചാണ്. ആ 35 നിന്ന് 5 ഇഞ്ച് കുറച്ചിട്ട് 30 വേണം നമുക്ക് പാൻറ്റിൻ്റെ അവിടുത്തെ ഇലാസ്റ്റിക് കട്ട് ചെയ്ത് എടുക്കാൻ. അങ്ങനെ ഞാൻ ഇലാസ്റ്റിക് കട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ വീഡിയോ കട്ടായിപ്പോയേ. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടി 2.5 ഇഞ്ച് മാർക്ക് ചെയ്തത് നമുക്കൊന്ന് മടക്കി അതേപോലെ വെക്കാം. 2.5 ഇഞ്ച് മടക്കി നമ്മളിതേപോലെ മാർക്ക് ചെയ്തിട്ട് 2 ഭാഗം ഇതേപോലെ നമ്മളൊന്ന് ഇട്ടെടുക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഞാൻ 2 വര എടുത്തിട്ടുണ്ട്. നടുക്ക് സെൻറ്ററിലെ ആ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് 2 ഭാഗത്തേക്കും ഓരോ ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ സ്റ്റിച്ച് ചെയ്യാതെ ബാക്കി എല്ലാ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഞാൻ ആ മാർക്ക് ചെയ്തതിൻ്റെ ആ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് തുടങ്ങി മറ്റേ ഭാഗത്തേക്ക് വരെ നമ്മളിതേപോലെ റൗണ്ടേ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പം നമുക്ക് 2.5 ഇഞ്ച് ഇതേപോലെ മടക്കി, നമുക്കത് കറക്റ്റ് 2.5 ഇഞ്ച് തന്നെയാണോ നമ്മൾ മടക്കുന്നതെന്നൊന്ന് നോക്കണേ. നമുക്കത് എന്നിട്ട് മടക്കി ഇതേപോലെ നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്തെന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു ഗ്യാപ്പ് വിട്ടല്ലോ, സ്റ്റിച്ച് ചെയ്യാതെ വിട്ട ആ ഭാഗത്ത് നിന്ന് നമ്മൾ ഈ 30 ഇഞ്ചിൻ്റെ ഇതേപോലെ ഞാൻ 30 ഇഞ്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക്. എന്നിട്ട് അവിടെ ഒരു പിൻ കുത്തിയിട്ട് നമ്മൾ എന്നിട്ട് ആ ഗ്യാപ്പ് ഇട്ടതിൻ്റെ ഒരു ഭാഗത്തൂടെ ഈ ഇലാസ്റ്റിക് നമ്മൾ ഇതേപോലെ ഒന്ന് കയറ്റി കൊടുത്തിട്ട് മറ്റേ ഗ്യാപ്പിൽ കൂടെ ഇതിങ്ങനെ തിരിച്ചെടുക്കണം. ഇതേപോലെ തിരിച്ചെടുത്തിട്ട് അപ്പോൾ 2ഉം കൂടെ കൂട്ടിപ്പിടിച്ച് നമുക്ക് ആ പിന്നങ്ങ് അഴിച്ചിട്ട് നമ്മൾ എന്നിട്ട് അവിടെ ഒരു 3-4 കൂട്ടിപ്പിടിച്ച് അങ്ങ് സ്റ്റിച്ച് ചെയ്യണം. എന്ന് വെച്ചാൽ ഇലാസ്റ്റിക് പൊട്ടിപ്പോകരുത്. ഇങ്ങനെ നമ്മൾ വലിഞ്ഞു പോകുമ്പോൾ ഒക്കെ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി കുറേ സ്റ്റിച്ച് ഞാൻ ഇതേപോലെ അടുപ്പിച്ചടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് അകത്തേക്ക് വെച്ചിട്ട് നമ്മൾ ആ ഗ്യാപ്പുള്ള ഭാഗം ഉണ്ടല്ലോ, അതേപോലെ ഇലാസ്റ്റിക്കിൽ കൊള്ളാതെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. ഇലാസ്റ്റിക്കേ കൊള്ളരുത്. ആ ഗ്യാപ്പിൻ്റെ ആ ഭാഗം നമ്മളൊന്ന് ക്ലോസ് ചെയ്തൊന്ന് കൊടുക്കണം. അങ്ങനെ നമ്മുടെ പാൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതപ്പം സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു പാൻറ്റാണ്. സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു പാൻറ്റ്. അപ്പോൾ ഈസി ആയിട്ട് ബിഗിനേഴ്സിനായാലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു പാൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.